മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരം കായംകുളം നഗരസഭയിലെ എല്ലാ വാർഡുകളും മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം നഗരസഭ 30-ാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. വാർഡ് കൗൺസിലർ ബിനു അശോക് അധ്യക്ഷനായി. മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരം കായംകുളം നഗരസഭയിലെ എല്ലാ വാർഡുകളും മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം നഗരസഭ 30-ാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. വാർഡ് കൗൺസിലർ ബിനു അശോകിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിസമോളുടെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞ എടുത്തു. പാഴ്വസ്തുക്കളും വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ ഇത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. പിന്നെ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളം ഒട്ടാകെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നാളെ ഇന്ന് നഗരസഭാ തലത്തിൽ നമ്മുടെ ടൗൺ ഹാളിൽ വെച്ച് 3 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ നമ്മുടെ നഗരസഭ മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ 44 വാർഡുകളിലും വാർഡ് തലത്തിൽ മാലിന്യമുക്ത വാർഡുകളായി പ്രഖ്യാപിച്ചു വരികയാണ്. കേരളത്തിലെ ഉടനീളം മാലിന്യമുക്ത കേരളമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2 വർഷക്കാലമായിട്ട് നമ്മുടെ കായംകുളം നഗരസഭ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വാർഡിൽ ഒരു ക്യാമറ സ്ഥാപിക്കുകയുണ്ടായി. കായംകുളം നഗരസഭയിൽ 10 ക്യാമറയാണ് ഇതുവരെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിലൊരു ക്യാമറ നമ്മുടെ വാർഡിൽ തന്നെ സ്ഥാപിക്കുകയുണ്ടായി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സീവേജ് മാലിന്യം കൊണ്ട് തള്ളുന്ന ഒരു വാർഡാണ്. അതേപോലെ തന്നെ നമ്മുടെ നിക്കട പ്രദേശങ്ങൾ മൊത്തം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നതുകൊണ്ട് വൃത്തിയാക്കുന്നതിന് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാർഡിൽ ഒന്ന് കൃഷ്ണപുരം കൊട്ടാരത്തിലും ഒന്ന് KGDCയിലും കണ്ട് പോർട്ടൽ ബോട്ടുകൾ സ്ഥാപിക്കുകയുണ്ടായി. അതേപോലെ തന്നെ 109 ബയോബിൻ വാർഡുകളിൽ മൊത്തം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വസ്തുക്കളും ജലാശയങ്ങളായാലും കുളങ്ങളായാലും തോടുകളായാലും എല്ലാം വേസ്റ്റ് വലിച്ചെറിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ദിവസം ഇന്ന് തന്നെ നമ്മുടെ കായംകുളം മുനിസിപ്പാലിറ്റിയിൽ 44 വാർഡുണ്ടെങ്കിൽ 30-ാമത്തെ വാർഡിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രതിജ്ഞ എടുക്കുന്ന പോലും നമ്മുടെ മാലിന്യം തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ക്യാമറയാണിത്. ഇതിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് തന്നെയാണ് വാർഡ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാമറ സ്ഥാപിക്കുകയും മിനി MCF 2 ബോട്ടിൽ ബൂത്ത് തുമ്പോൾ മൊഴി യൂണിറ്റ് എന്നിവ വാർഡിൽ സ്ഥാപിച്ചിരുന്നു. ഗാർഹിക ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി 104 ബയോ ബിന്നുകൾ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് മേറ്റ് ഷമീല, ശാലിനി, കായംകുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരികുമാർ, കൊട്ടാരം KC പവിത്രൻ, ഹലീൽ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കൃഷ്ണപുരം.